അജ്മീരിന്ന് രാവിലെ 5:26 കൂടിയിട്ട് ഞാൻ ആഗ്ര റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി. അവിടുന്ന് ഓട്ടോ പിടിച്ചിട്ട് ഇതാ ഈ ഭാഗത്തുള്ള ഒരു ഗല്ലിയിൽ വന്നിട്ട് ഞാൻ റൂം എടുത്ത്. ഇപ്പോൾ ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ പോകുന്നിടത്തുള്ള വീഡിയോ ആണ് ഇപ്പോൾ ഈ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു കാഴ്ച കണ്ടിതാ, ഇവിടുത്തെ ചൂട് കാരണം ഒരു ഡോഗ് ചേറും വെള്ളത്തിൽ കിടന്നിട്ട് ബോഡി ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനെടുത്ത റൂമാണ് ഇതാ മുമ്പോട്ട് നിങ്ങൾ കാണുന്ന കാറ് നിർത്തിയ സ്ഥലത്ത്. AC റൂമിന് എടുത്തിന്. ഇവിടെ AC റൂമിന് 900 ഉറുപ്പ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റില്ല, ഉറങ്ങിയത് കാരണം. ഇപ്പോൾ 1:45 അപ്പോൾ ഇന്ന് ഭക്ഷണം കഴിച്ചിട്ടായിട്ട് പിന്നെ ആഗ്ര കോട്ട താജ്മഹലിലേക്കെല്ലാം പോകാനുള്ള പ്ലാനിലാണ് ഞാനിപ്പോൾ. ഇപ്പോൾ ഏകദേശം ഒരു നല്ല ചൂടുണ്ട്, ഒരു 47 ഡിഗ്രി ചൂടുണ്ട് ഇപ്പോൾ. പിന്നെ ഇവിടുത്തെല്ലാം വെള്ളത്തിൽ നമ്മൾ കുളിക്കുന്നെങ്കിൽ പറ്റ ഉപ്പ് വെള്ളമാണ്, ഉപ്പ് രസമുള്ള വെള്ളം. അതിനുണ്ട് കുളിക്കാൻ ഭയങ്കര ഡിസ്കംഫർട്ടാണ്. ഇവിടെ അഹമ്മദാബാദിൽ അങ്ങനെ കൃഷി ചെയ്യാനെല്ലാം മറ്റ് സ്റ്റേറ്റിൽ നിന്നും വെള്ളം കൊണ്ടുവരുന്നത്. അത് ഏത് സ്റ്റേറ്റ് നമുക്ക് ശരിക്കും ക്ലിയർ ആയിട്ട് അറിയില്ല, ചിലപ്പോൾ UP എന്നായിരിക്കും. പിന്നെ ഇവിടെ പൊണ്ട എല്ലാം കിട്ടും. പൊണ്ടത്തിന് 60 ഉറുപ്പ് ഉള്ളത്, മാങ്ങക്ക് കിൽത്തിന് 50. പിന്നെ വൈകുന്നേരം നമുക്ക് ഇവിടെ എന്നോട് ഒരാൾ പറഞ്ഞ് മസാല ദോശ എല്ലാം വിൽക്കുന്നൊരു ചെറിയൊരു കൂട് കൂടി ഓപ്പൺ ആകുന്നുണ്ട്. മസാല ദോശ നല്ല മസാല ദോശ കിട്ടും 35 ഉറുപ്പ്യക്ക്. അന്ന് ക്ലൈമറ്റ് ഭയങ്കര ചൂടുള്ള സമയത്ത് ഇപ്പോൾ എന്താണ് ബുദ്ധിമുട്ടായത്. അത് ആ ഭാഗത്ത് വലത്തോട്ട് പോയെങ്കിൽ മെയിൻ റോഡാണ്, അതിൽ കൂടി നേരെ പോയെങ്കിൽ ആഗ്രക്ക് നമുക്ക് താജ്മഹലിലേക്കെല്ലാം പോകേണ്ട റൂട്ട് അതാണ്. എല്ലാം കഴിച്ചിട്ട് ഞാൻ ആദ്യം ആഗ്ര കോട്ടയിലേക്ക് പോകും. അപ്പോൾ അടുത്ത വീഡിയോ ഞങ്ങൾക്ക് ആഗ്ര കോട്ടൻ്റെ വീഡിയോ ഞാൻ ഇടും. അത് കഴിഞ്ഞിട്ട് താജ്മഹലിലേക്ക് പോകും. അപ്പോൾ അടുത്ത വീഡിയോ നിങ്ങളിലേക്ക് ഞാൻ വീഡിയോ ഷെയർ ചെയ്യും. അപ്പോൾ ഇവിടെ ഞാൻ അടുത്ത റൂമിൻ്റെ തൊട്ടടുത്താണ് ഇതാ ഈ കാണുന്ന ചെറിയൊരു ഗൂഡ് വീഡിയോ. റോഡൊന്നും ക്രോസ് ചെയ്യേണ്ട ആവശ്യമില്ല, ഇവിടെ തന്നെ. ഇപ്പോൾ ഇവിടെ ഗോളി സോഡ സർവത്തെല്ലാം കിട്ടും. പിന്നെ മാംഗോ ജ്യൂസ് കിട്ടും ഫ്രഷ്, ചെറിയ ഗ്ലാസ്സിന് 20, വലിയ ഗ്ലാസ്സിന് 40. പിന്നെ സോഡ സർവത്ത് ഒരു 2, 3, 4 സൈസ് പൊടിയെല്ലാം ഇട്ടിട്ട് മസാലയിൽ ഇട്ടിരും. അതെല്ലാം നമുക്ക് പ്രാക്ടീസ് ഇല്ലാണ്ട് കേരളത്തിൽ നിന്ന് വരുന്ന നമ്മളെല്ലാം കുടിച്ചും എന്താ പറഞ്ഞാൽ ഡെഫിനറ്റ്ലി സ്റ്റൊമക്ക് പ്രോബ്ലം വരും, അത് കൺഫേം മതി. അപ്പോൾ ലൂസ് മോഷന് കാര്യങ്ങൾ ഇങ്ങനത്തെ വരും. അപ്പോൾ അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഇങ്ങനത്തെ സ്ഥലത്ത് നിന്ന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അങ്ങനെ എന്തെങ്കിലും വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ വന്നെങ്കിൽ ഹോസ്പിറ്റലിലും പോയെങ്കിൽ ചങ്കർക്കൂർ. അപ്പം അങ്ങനത്തെ നമുക്ക് പ്രാക്ടീസ് ഇല്ലാത്ത ഫുഡെല്ലാം കഴിയുന്നതും അവോയ്ഡ് ചെയ്യാം. ഇന്ന് ഭക്ഷണമെല്ലാം കഴിച്ചിട്ട് ഉച്ചയ്ക്ക് 2:30 കൂടിയിട്ട് ആഗ്ര കോട്ടയിലേക്ക് ഞാൻ എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് കയറണമെങ്കിൽ 50 ഉറുപ്പിൻ്റെ ടിക്കറ്റ് എടുക്കണം. അപ്പോൾ ഹിസ്റ്ററി ഓഫ് ആഗ്രനെ കുറിച്ചിട്ട് എന്നെക്കാളും കൂടുതൽ നിങ്ങൾക്ക് അറിയാം, എങ്കിലും ചെറിയൊരു ഇൻഫർമേഷൻ നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യാം. ലെറ്റ് മീ ടെൽ യു എ ലിറ്റിൽ ബിറ്റ് ഓഫ് ഹിസ്റ്ററി ഓഫ് ദിസ് ഫോർട്ട്. ഓക്കെ, അതായത് മുമ്പ് ഈ കോട്ട അറിയപ്പെട്ടിരുന്നത് ചെങ്കോട്ട എന്ന പേരിലാണ്. അതായത് ചുടുകട്ട കൊണ്ടാണ് ഇതിൻ്റെ നിർമ്മാണം ഉണ്ടായിട്ടുണ്ടായത്. അപ്പോൾ ദില്ലി സുൽത്താനായ സിക്കന്ദർ ലോഡി 1487 ആഗ്രയിലേക്ക് തലസ്ഥാനമായിട്ട് ഇതിനെ മാറ്റിയിട്ട് ഇതിന് 2ാം തലസ്ഥാനം എന്നൊരു പേര് കൂടി ഇതിനുണ്ട്. അപ്പോൾ ദില്ലി സുൽത്താനായ ലേഡി സിക്കന്ദർ ഒരുപാട് വർഷം ഇവിടെ ഭരണം നടത്തിയിട്ടുണ്ട്. അവർ മരണപ്പെട്ടത് 1517 ഇതേ സ്ഥലത്ത് വെച്ചാണ് മരണപ്പെട്ടത്. അപ്പോൾ രണ്ടാമതായിട്ട് എന്താ ചെയ്യുക, അപ്പോൾ ആ കെട്ടിടത്തിനൊന്ന് പുനർനിർമ്മാണത്തിന് വേണ്ടിയിട്ട് റീബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിട്ട് റൂൾ ഓഫ് അക്ബറിൻ്റെ ഭരണകാലത്താണ് ഇത് പുനർനിർമ്മാണം നിർമ്മിച്ചത്. അന്ന് മുതൽ ഇതിന് ഈ ചെങ്കോട്ട എന്നുള്ള പേര് പോയിട്ട് ആഗ്ര കോട്ട എന്നുള്ള പേര് വന്നു. ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായില്ലേ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരുപാട് ഏക്കർ സ്ഥലമുണ്ട്. ഇതിന് മുഴുവനായിട്ട് നമുക്ക് കറങ്ങിയിട്ട് ചെയ്യണമെങ്കിൽ ഈ സിറ്റുവേഷനിൽ, അതായത് ഈ ഹൈ ടെമ്പറേച്ചറുള്ള ഈ സമ്മറിൻ്റെ ഈ കാലത്ത് വളരെ പ്രയാസപ്പെടുന്നു, എന്നെ കൊണ്ട് പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വീഡിയോസ് എല്ലാം ഞാൻ എടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ മുകളിൽ കയറിയിട്ട് നോക്കിയാൽ നമുക്ക് 2.5 കിലോമീറ്റേഴ്സുള്ള താജ്മഹൽ കാണാൻ പറ്റും.
ഇപ്പോൾ ഞാൻ എന്താക്കുന്നത് പറഞ്ഞെങ്കിൽ ഇതാ ഇപ്പോൾ തിരിച്ചിട്ട് പോകുന്ന വഴിയാണ്, താജ്മഹലിലേക്ക് പോകണം. അപ്പോൾ അടുത്ത നെക്സ്റ്റ് ഞാൻ താജ്മഹലിലെത്തിയിട്ട് അടുത്ത ചെറിയൊരു വീഡിയോസ് നിങ്ങളിലേക്ക് ഞാൻ ഷെയർ ചെയ്യും ഗൈസ്. ഓക്കെ. ഗൈസ്, നൗ ഐ ആം ടേക്കിംഗ് ദിസ് വീഡിയോ ഫ്രം താജ്മഹൽ. അപ്പോൾ ഞാൻ ആഗ്ര കോട്ടയിൽ നിന്ന് താജ്മഹലിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ അകത്തോട്ട് കയറണമെങ്കിൽ 50 ഉറുപ്പിൻ്റെ ടിക്കറ്റ് എടുക്കണം. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് അകത്തുള്ള കാഴ്ചകളാണ്. ഇവിടെ അനദർ സ്റ്റേറ്റ് പീപ്പിൾസ് വിസിറ്റ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇതിൽ ഒരുപാട് ഏക്കർ സ്ഥലമുണ്ട്. അതുകൊണ്ട് മുഴുവനായിട്ട് എനിക്ക് കവർ ചെയ്യാൻ ഇവിടുത്തെ മെയിൻ റീസൺ പറഞ്ഞില്ലേ, ഞാൻ ഈ ചൂട് കാരണം, ഹൈ ടെമ്പറേച്ചർ കാരണം എനിക്ക് ഫുള്ള് കവർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് കുറച്ച് വീഡിയോസ് ഞാൻ എടുത്ത് നിങ്ങളിലേക്ക് ഞാൻ ഷെയർ ചെയ്യും. പിന്നെ ഇതിൻ്റെ അകത്ത് ഫോട്ടോഗ്രാഫറെല്ലാം ഉണ്ട്. 10 ഫോട്ടോ എടുക്കുന്ന 300 രൂപ കൊടുത്താൽ മതി. പിന്നെ ഓവറോൾ വ്യൂ ഇതിൻ്റെ അകത്തൊന്നും പറയാനില്ല, നല്ല മനോഹരമായി തന്നെ കാണുന്നുണ്ട്. താജ്മഹലിൻ്റെ അകത്തോട്ട് കയറണമെങ്കിൽ എക്സ്ട്രാ ഒരു 200 രൂപൻ്റെ ടിക്കറ്റ് എടുത്താൽ അകത്ത് കയറാം. അകത്ത് കയറിയെങ്കിൽ ഷാജഹാൻ ചക്രവർത്തിനെ മറവ് ചെയ്ത സ്ഥലം കൂടി നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ എൻ്റെ ഈ യാത്രയുടെ ഈ വീഡിയോയിലൂടെ അവസാനിപ്പിക്കുന്നതാണ്. അടുത്ത നെക്സ്റ്റ് നല്ല വീഡിയോ ചെയ്യണമെങ്കിൽ definitely I need your full support. If you like this video, don't forget subscribe and like and share. Click the bell icon all. Okay guys, thanks for watching this video. Bye bye.